ഇതിൻ്റെ ഇന്ത്യൻ ശാസ്ത്ര സംഭാവന, പ്രത്യേകിച്ച് കേരളീയ ശാസ്ത്ര സംഭാവനയും പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരളത്തിൽ ഒരു സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം തുടങ്ങിയിരുന്നു. ഒരു മലയാളം മാസിക സ്വദേശി സയൻസ്, അതുപോലെ ഇംഗ്ലീഷിൽ സയൻസ് ഇന്ത്യ ഒക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഗ്രന്ഥരചനകൾ, നിരവധി ഗ്രന്ഥരചനകൾ ഉണ്ടായിരുന്നു. ഇതിൽ 1992 മുതൽ ഒരു സ്വദേശി ശാസ്ത്ര കോൺഗ്രസ്, സയൻസ് കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യത്തെ കോൺഗ്രസ് തൃശ്ശൂർ വെച്ചായിരുന്നു. അതിൽ അന്നു മുതൽ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ ശാസ്ത്ര സംഭാവനകളെക്കുറിച്ച് പഠിക്കാൻ ഉതകുന്ന വിധത്തിലുള്ളൊരു പദ്ധതിയായിരുന്നു. ഇപ്പോഴും അത് ആ സ്വദേശി ശാസ്ത്ര കോൺഗ്രസ് നടന്നു പോകുന്നുണ്ട്. ഏറ്റവും അവസാനമായി കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു നടന്നിരുന്നത്. കേരളത്തിൽ വളരെ സ്വീകാര്യത ലഭ്യമായ ഈ സ്വദേശി സ്വദേശി സയൻസ് മൂവ്മെൻറ്റ് പിന്നീട് പല സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കുകയും ഇപ്പോൾ അതൊരു ഓൾ ഇന്ത്യ പ്രോഗ്രാമായിട്ട് ഡൽഹി കേന്ദ്രീകൃതമായിട്ട് വിജ്ഞാൻ ഭാരതി എന്ന പേര് നടക്കുന്നുണ്ട്. വിജ്ഞാൻ ഭാരതി തന്നെ സയൻസ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സ്വദേശി സയൻസ് മൂവ്മെൻറ്റ് വിധത്തിലുള്ള ആ സംഘടന കൂടുതൽ ഗവേഷണ പഠനങ്ങൾ പണ്ട് ഏറ്റെടുത്തിരുന്നു. അത് തുടർന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റ് എഡ്യൂക്കേഷൻ സ്കീം ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല കുട്ടികൾക്ക് ഗവേഷണ പ്രോജക്റ്റുകളൊക്കെ കൊടുക്കാൻ സാധിക്കും. പണ്ട് കുട്ടികളെ വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്തിരുന്നു. ഭാവിയിലും ഇത് കൂടുതൽ ഉത്തേജിതമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പ്രൊഫസർ KI വാസു തുടങ്ങി വെച്ച ഈയൊരു സ്വദേശി ശാസ്ത്ര സയൻസ് കൂടുതൽ തെളിച്ചത്തോടെ മുന്നോട്ട് വന്നെങ്കിൽ ഈ വിധത്തിലുള്ള പഠന ഗവേഷണങ്ങൾക്ക് നല്ല മാതൃകയായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഇപ്പോൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിനെ പറ്റി പഠിക്കാൻ എന്തെങ്കിലും ഒരു കേന്ദ്രങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇതിൽ പണ്ട് PK അയ്യങ്കാർ KSST ചെയർമാനായ സമയത്ത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് അതിന് പ്രാധാന്യം കൊടുക്കാനായിട്ടാണ് ഒരു കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് CWRDMൻ്റെ അവിടെ സ്ഥാപിച്ചത്. പക്ഷേ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അവിടെ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഒരു വിഷയങ്ങളും പഠിപ്പിക്കുന്നുമില്ല. അവിടെ ഗവേഷകരുടെ എണ്ണവും ഇതിനില്ല. ഇതിൻ്റെ അർത്ഥം ഇതിന് വേറിട്ടൊരു പദ്ധതി ആവശ്യമാണ്. ഒരു ഉദാഹരണം, കോട്ടയത്ത് ഒരു ശ്രീനിവാസ രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേസിക് സയൻസ് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അവിടെ രാമാനുജൻ്റെ പഠനം സംബന്ധിച്ചായിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. അവിടെ ഗവൺമെൻറ്റിന് ഇൻട്രസ്റ്റ് എടുത്ത് ഈ വിഷയവും കൂടി സംഗമഗ്രാമമാധവൻ്റെ, അതായത് ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് പോലെയെങ്കിലും കേരളത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട ഈ പഠനങ്ങളും കൂടി ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. മാത്രമല്ല കല്ലേറ്റുംകരയിൽ അല്ലെ ഇരിങ്ങാലക്കുടയിലെങ്കിലും ഒരു മാധവ പഠന കേന്ദ്രത്തിൻ്റെ ഒരു കേന്ദ്രം തുടങ്ങുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.